ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു വിഭവമാണ്. പലർക്കും ഇത് അറിയാനും വയ്യായിരിക്കും. ഇതാണ് അതിൻ്റെ റോ മെറ്റീരിയൽ. ഇത് പിണ്ടിയാണ്. ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടി എന്ന് പറയും, പിന്നെ ചില സ്ഥലങ്ങളിൽ ഉണ്ണിത്തണ്ട് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഉണ്ണിപ്പിണ്ടി എന്നും പറയും. നമ്മളിവിടങ്ങളിൽ പറയുന്നത് വാഴപ്പിണ്ടി എന്ന് തന്നെയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ പിണ്ടി ഈ പോളയ്ക്കും അകത്തായിരിക്കുന്നത്. ഒരുപാട് പോളകൾ ഇതിന് ചുറ്റും ഇങ്ങനെ വാഴയുടെ വയസ്സനുസരിച്ച് കൂടിക്കൂടി വരും. വാഴ ചെറുതായിരിക്കുമ്പോൾ പിണ്ടി ഇല്ല. കൊലച്ചു കഴിഞ്ഞാൽ മാത്രമേ പിണ്ടി കുറേശ്ശെ കിട്ടൂ. അന്നേരവും നഷ്ടമാണ് എടുക്കുന്നത്. കൊല വെട്ടിയിട്ടാണ് പിണ്ടി എടുക്കേണ്ടത്. പിണ്ടി പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ 2-3 ദിവസത്തേക്ക് കേടൊന്നും വരികയില്ല. അല്ലെങ്കിൽ ആ വാഴത്തടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ കുഴിയിൽ വെട്ടുപാടിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ നിർത്തിയിരുന്നാൽ 3-4 ദിവസം ആയിക്കഴിഞ്ഞും ചെന്ന് പിണ്ടി എടുത്തുകൊണ്ട് പോരാം, ഉടനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ. മറ്റൊന്ന്, ഈ വാഴയുടെ സ്റ്റെമ്മെന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന പല ലെയർ ഓഫ് തോടുകളല്ല, തൊണ്ടുകളല്ല, പോളകളല്ല. പിന്നെയോ കാണിച്ചു തരാം. പൊളിച്ചു. ഇതും കൂടി പൊളിച്ചു കളഞ്ഞാലേ നമുക്കിതിനകത്തെ പിണ്ടി കിട്ടുകയുള്ളൂ. ഇതാണ് പിണ്ടി. ഇത് സത്യം പറഞ്ഞാൽ കഴുകുക പോലും വേണ്ട, അത്ര വൃത്തിയാണ്. നമ്മൾ പിണ്ടി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. വാഴപ്പിണ്ടി അച്ചാർ. ഒത്തിരി കാലം സൂക്ഷിച്ചു വയ്ക്കാനൊന്നും കൊള്ളുകയല്ല കേട്ടോ. ഇത് ഒരാഴ്ച ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ 2 ആഴ്ച അത്രയും മതി. ഇത് കണ്ടോ നൂല് കിടക്കുന്നത്? ഈ നൂല് മൊത്തം ഓരോ റിങ്ങിൽ കളയണം. അതിനു വേണ്ടി ഈ നൂലിങ്ങനെ കയ്യിലോട്ട് ചുറ്റി ഈ വിരലിലൊരു മോതിരം ഇടും. ഇത് മുറിപാടായതുകൊണ്ടാണ് ഈ നിറം. ഈ മുറിപാടങ്ങ് കളഞ്ഞാൽ നല്ല വെള്ള നിറമാണ്. ഇനി അടുത്തതെടുക്കാം. ഉണ്ടോ? ഈ വാഴപ്പിണ്ടി ഇങ്ങനെ മുറിക്കുമ്പോൾ, ഈ റിങ്ങായിട്ട് മുറിക്കുമ്പോൾ നല്ല പോലെ ഇങ്ങനെ കയ്യിൽ ഈ നൂല് മുഴുവനും ചുറ്റി മാറ്റണം. ഇത് മുഴുവനും ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വട്ടം മുറിച്ച് എന്നിട്ടാണിത് ചെറുതാക്കുന്നത്. അപ്പം ഞാൻ ഇത് മുഴുവനൊന്ന് ചെയ്യട്ടെ. ഇതേപോലെ കണ്ടോ, നല്ലപോലെ നൂല് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം കാണാമല്ലോ. ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയാം, നമ്മുടെ വായു മുഴുവനും ഈ നൂലായിരിക്കും. തോരൻ വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, തോരൻ പോലെ തേങ്ങയിടാതെ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അച്ചാറും വയ്ക്കാം. സാലഡ് ഉണ്ടാക്കാൻ വളരെ സൂപ്പറാണ്. ഇതാണ് അതിൻ്റെ സ്റ്റെം. വാഴയുടെ സ്റ്റെം ഇതാ, അല്ലാതെ ആ പുറത്തെ പോളകളൊന്നുമല്ല. ഏത്തവാഴയുടെയും പാളയംകോടൻ വാഴയുടെയും ആണ് പിണ്ടി ഏറ്റവും നല്ലത്. അത് രണ്ടും കൂടെ നോക്കിയാൽ ചുണ്ടും പിണ്ടിയും കായും എല്ലാം കൂട്ടാനുകൾ വയ്ക്കാൻ ഏറ്റവും നല്ലത് പാളയംകോടൻ്റെയാണ്. ഇത് പാളയംകോടൻ തന്നെയാണ്. ഇത് വേറൊരു കാര്യത്തിനും കൂടെ വളരെ നല്ലതാണ്. സാലഡിന് നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിങ്ങനെ ഈ വട്ടം നൂല് കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ഇത് ഉപ്പുവെള്ളത്തിലോട്ടിടണം. തിളപ്പിച്ചാറിച്ച പാകത്തിന് ഉപ്പിട്ട വെള്ളത്തിലോട്ടിട്ടിട്ട് സ്വല്പം വിനാഗിരി, ഒരു കാന്താരിമുളകോ പച്ചമുളകോ കൂടെ അതിൻ്റെ കൂടെ ഇട്ടാൽ സോൾട്ട് ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ തിന്നുകയും ചെയ്യാം. നല്ല സ്വാദാണ് അതിനും. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഈ ഉണ്ണിപ്പിണ്ടി എന്ന വാഴപ്പിണ്ടി കളയരുത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അച്ചാറിടാനായിട്ട് ഇത്ര സാധനങ്ങൾ വേണം. നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും അച്ചാറിടുമ്പോൾ ഇതിലോട്ടൊക്കെ ആ പുളിയൊക്കെ ശകലം പിടിച്ചിട്ട് നല്ല സ്വാദായിരിക്കും. വെറുതെ ഈ കണ്ണിമാങ്ങയുടെ കുഞ്ഞണ്ടി വളരെ നല്ലതാണെന്ന് പറയുന്ന പോലെ അത് ഈ കിടന്ന് ഇതിലോട്ട് പുളിയും മുളകും ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ ഉപ്പും നമുക്ക് അത് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അത് അരിഞ്ഞു വെച്ചത് ഇത്രയും. ഇതിന് വേണ്ട സാധനങ്ങൾ ഇത് കണ്ടോ, വെളുത്തുള്ളി, ഇഞ്ചി, 4-5 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വേണ്ടത്
ഒരൽപ്പം കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പോഴും പുളി വന്നിട്ടില്ല. പുളി ഉപ്പും പ്രധാനികളെ നമ്മൾ വിട്ടു. പുളിക്ക് പകരം നമ്മൾ പുളി ചേർക്കാൻ പാടില്ല. പകരം വിനാഗിരി തന്നെ ഉപയോഗിക്കണം. അത് വളരെ മസ്റ്റാണ്. നിങ്ങൾ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇത് എല്ലാം ഫെർമെൻറ്റ് ചെയ്യും. വിനാഗിരി ചേർത്താൽ പോലും അധികം നാളൊന്നും ഇത് വെച്ചിരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് നമ്മൾ തീർക്കുകയും ചെയ്യും കേട്ടോ. ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും, ഒരു 2 ആഴ്ച ഫ്രിഡ്ജിലും ഇരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പതയാൻ തുടങ്ങും ഫെർമെൻറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് ഒരുപാട് കാലം കണ്ണിമാങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ വയ്ക്കുന്ന പോലെ 2 കൊല്ലമൊന്നും വെച്ചേക്കരുത്. തീർച്ചയായിട്ടും ഉടനടി നാളെ തൊട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. നമുക്ക് തീർച്ചയായിട്ടും നല്ലെണ്ണ തന്നെ വേണം. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളാട്ടിയ എള്ളെണ്ണ. ആദ്യം എള്ളെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. 2 ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. സ്വല്പം കടുക് പൊട്ടിക്കോട്ടെ. 3, 4, 5, 10 ഉലുവ ഇട്ടു. നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ചേർക്കുക. തീ താത്തിയിട്ടിരിക്കുക കേട്ടോ, ഓഫ് ചെയ്തിട്ടിരിക്കുക. കുറച്ച് സമയം കൊണ്ട് പതുക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടും കാണും. ഇഞ്ചി ഞാനിതിൻ്റെ പകുതിയേ ഇടുന്നുള്ളൂ. പച്ചമുളക് ഇട്ടു. ശകലം കരിവേപ്പില കൂടെ ഇടണം. അതൊക്കെ ഒന്ന് മഞ്ഞയ്ക്കണം. ഇതിപ്പം കൃത്യം മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഒന്ന് തീരെ താത്തിയിട്ടിരിക്കുക. ഇപ്പം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവപ്പൊടി. ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചതാണ്. ഒരു മതി, 1/2 ടീസ്പൂൺ മതി. ഇതിവിടെ വറുത്ത് പൊടിച്ച കായം, അതൊരു 1/4 ടീസ്പൂൺ. എല്ലാം കൂടി മൂത്ത മണം വരുമ്പോൾ, ഇപ്പോഴും കുമ്പളയൊക്കെ വന്നുകൊണ്ടിരിക്കുക, എന്നാലും ഇത്രയും മൂത്താൽ മതി. ഇനി കൂടുതൽ മൂക്കണ്ട, കറക്റ്റായി. നോക്കൂ. ഇനി അതിലോട്ട് നമ്മുടെ കഴുകി വാരി വെച്ച പിണ്ടി ഇടുന്നു. അതേപോലെ വഴലണം. ഉപ്പിട്ടില്ല. ഉപ്പും കൂടെ ഇപ്പം ഇടാം. 1.5 ടീസ്പൂൺ ഉപ്പ്. ഇപ്പം എല്ലാ കൂട്ടവുമായി ഇനി ഒന്ന് ഇളക്കി ചേർത്ത് സ്വല്പം വെള്ളമൊക്കെ പിണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന്, മുളക് വേണ്ടവരെ കുറച്ചും കൂടെ ഇട്ടോളണം. ഇപ്പം ഇതിനകത്ത് ശകലം പച്ചമുളകും 2, 3, 4 എണ്ണം ഉണ്ട്. ഈ പിണ്ടിയുടെ വെള്ളം നല്ലോണം വലിഞ്ഞു വരുന്നുണ്ട് ഈ അരപ്പിൽ കിടന്ന്. ഈ അരപ്പല്ല, മസാലയിൽ കിടന്ന്. കണ്ടോ? വേണേ ഇവിടെ നിർത്താം. നമുക്കൊരു 4-5 സ്പൂൺ വിനാഗിരി, ചൊറുക്ക, ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് പല പേരുണ്ട് വിനാഗിരിക്ക്. ഓഫാക്കി. ഇതാണ് നമ്മുടെ അച്ചാർ. എല്ലാ കൂട്ടവും നല്ലപോലെ ഉണ്ട് ഇപ്പം. ഇനി ഉള്ളിലേക്ക് കുറച്ചൊന്ന് വലിയണം. അത് നാളത്തേക്ക് റെഡി ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ. നമ്മൾ ഒന്ന് തണുത്തിട്ടൊരു ബോട്ടിലാക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ. നാളെ തൊട്ട് കൂട്ടി തുടങ്ങാം. കൂടുതൽ കാലം വെച്ചുകൊണ്ടിരിക്കുകയരുത്. അതാണ് വാഴപ്പിണ്ടി അച്ചാർ. എല്ലാവർക്കും ഇടയ്ക്ക് വാഴപ്പിണ്ടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം. നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.